മോളെ, അയ്യോ മോളെ, കുട്ടിമണി. അമ്മ മരിച്ചു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ കുട്ടിമണി ബോധം കെട്ട് വീഴുന്നു. രാത്രിയിൽ ബോധം തെളിയുന്ന കുട്ടിമണി കുഞ്ഞുമണിയെ അന്വേഷിക്കുന്നു. ഭൂതകാലം മുഴുവൻ ഓർമ്മയിൽ തെളിഞ്ഞ കുട്ടിമണി മതികലയോട് ബന്ധം പുലർത്തിയ മനസ്സിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. സത്യം തിരിച്ചറിയാൻ ഓർമ്മ തിരിച്ചു വരാത്ത കുട്ടിമണിയായി അഭിനയിക്കാൻ ബാലൻ ആവശ്യപ്പെടുന്നു. സുഭദ്രയോട് കുട്ടിമണി കുഞ്ഞുമണിയെ കാണണമെന്ന് പറയുന്നു. തുടർന്ന് കാണുക. മോളെ, ദേ നിന്റെ അമ്മ. മോളെ, കുഞ്ഞാണി, വാ. ചക്കരി. ബാലൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, നീ കണ്ണു തുറക്കുന്നത് ഈ വയലോരം വീട്ടിലെ പഴയ കുട്ടിമണിയായിട്ടായിരിക്കുമെന്ന്. ഞാൻ പിന്നെ വയലോരം വീട്ടിലെ കൂട്ടിമണി അല്ലാതെ വേറെ ആരാ അല്ലേ? എന്നാലും കുഞ്ഞുമണിയെയും മനസ്ജനെയും ഒന്നും നിനക്ക് ഓർമ്മയില്ലായിരുന്നല്ലോ. ശരാ, ഇത് നല്ല കൂത്ത്. ഇന്നലെ ഞാൻ കണ്ടതല്ലേ മോളെ, പിന്നെ എങ്ങനെ മറക്കാനോ? പിന്നെ മനുഷ്യജൻ, അയാളെ എനിക്കറിയത്തില്ല. ആരാത്? മോളെ, വല്യേച്ചി, ഇരട്ടക്കുട്ടികളിൽ ഒന്നേ വന്നുള്ളോ, മറ്റേതെന്തേ? ഞാനിപ്പോ കൊണ്ടുവരാം. ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ശാരദയും അച്യുതനും. ബാലന്റെ കാര്യവും അങ്ങനെ തന്നെ. എന്നിട്ടും ഈ കുടുംബത്തിന് മേലുള്ള ശാപങ്ങൾ തീരുന്നില്ലല്ലോ ദൈവങ്ങള്. അപ്പച്ചമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാനിങ്ങ് വന്നിട്ടും വിഷമിക്കുവാണ്. വന്നാ മാത്രം പോരല്ലോ മോളെ, നീ മനസ്ജന്റെയും കുട്ടിമണിയുടെയും കൂടെ ജീവിക്കണം. അപ്പച്ചി അമ്മയ്ക്ക് അത് കാണണം. ഒന്ന് പോയേ, എനിക്കറിയാമായിട്ട് ആളുടെ കൂടെ ഒന്നും ഞാൻ ജീവിക്കത്തില്ല. നിനക്ക് രാഹുലിന് ഓർമ്മയുണ്ടോ കുട്ടിമണി? എനിക്ക് ഒരുത്തനെ ഓർമ്മയില്ല. എന്റെ വലിയേട്ടന്റെ ഇരട്ടപ്പിള്ളേരുടെയും കൂടെ ഞാനിവിടെ കഴിഞ്ഞോളാം. ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലേ? ഇരട്ടകളല്ലേ കുട്ടിമണി, അതാ. അപ്പച്ചമ്മ, രണ്ടാൾക്കും വിശക്കുന്നുണ്ടാവും. ഞാൻ പാല് കൊടുക്കട്ടെ? കുഞ്ഞുമണിക്കും കൊടുക്കേണ്ടതാ. കുട്ടാപ്പു ടാറ്റാ. അപ്പച്ചമ്മ, കുഞ്ഞുമണിക്ക് പാല് കൊടുക്കണ്ടേ? ചെല്ലേ. ആ, നീതുന്റെ മൊബൈൽ എവിടാ? ഞാൻ എടുത്തോണ്ട് വരാം. ആ, ശരി. മനസ്സിജ, കുട്ടുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കായിരിക്കും അല്ലേ? എനിക്ക് ഓർമ്മിക്കാൻ വേറെ എന്താ മാഡം ഉള്ളത്? ഇന്നലെ അവൾ വയലോരം വീട്ടിലെത്തി കാണും. ലൈല ഡോക്ടർ പറഞ്ഞതുപോലെ പഴയ ഓർമ്മകൾ വീണ്ടെടുത്ത് കാണും. ഞങ്ങളുടെ മോളെ ഭാര്യ നെഞ്ചോടടക്കി കാണും. എന്നെ കാത്തിരിക്കുകയായിരിക്കും ഇപ്പോൾ അവള്. ഈ ലോക്കപ്പിന് ഒരു പ്രത്യേക സുഖമുണ്ട് മാഡം. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാം. അതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം, സന്തോഷിക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്വപ്നലോകത്താ. ഈ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്നങ്ങ് യാഥാർത്ഥ്യമായാലോ? ഒട്ടും സാധ്യതയില്ല മാഡം. മാഡം എന്നെ ഇവിടുന്ന് വിടത്തില്ല. ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിക്കത്തുമില്ല. തെറ്റ് ചെയ്തത് നീയല്ലാന്ന് എനിക്ക് ബോധ്യമായി. മനസ്സിലായി. പിച്ചളയാണ് ശിവയെ കൊന്നത്. അയാൾ കുറ്റം സമ്മതിച്ചിട്ടും ഞാൻ നിങ്ങളെ പിടിച്ചു വെച്ചത് ശരിയായില്ല. ഇല്ല, പിച്ചള ആരെയും കൊന്നിട്ടില്ല. പക്ഷെ പിച്ചള പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഡെഡ് ബോഡി കിട്ടിയല്ലോ. അത് ശിവയുടെ തന്നെയാണ്. നിങ്ങൾ ഉറപ്പിച്ചോ? പഴയ കാലമൊന്നും അല്ലല്ലോ. ടെക്നോളജി ഒരുപാട് വളർന്നില്ലേ മനസ്സില. സൂപ്പർ ഇമ്പോസിഷനിൽ ബോഡി ശിവയുടേത് തന്നെയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ പിച്ചള ഡെഡ് ബോഡി കൊണ്ടുപോയ കാർ, അതിലെ രക്തക്കര
ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തി. ശിവയുടെ ബോഡിയിൽ കണ്ട അതേ രക്തം തന്നെ. തലയിൽ ഇരുമ്പുവടി കൊണ്ടേറ്റ ക്ഷതമാണ് മരണകാരണം. പിച്ചളയ്ക്ക് ജീവപര്യന്തം ഉറപ്പാ. ആ, നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട കുട്ടുവിന്റെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് സുഖമായി ജീവിക്കാൻ നോക്ക്. മാഡം, എന്നെ വിട്ടയക്കാണോ? അതെ, കുറ്റം ചെയ്തിട്ടില്ലാത്ത ഒരാളെ ഇങ്ങനെ ലോക്ക് ചെയ്യുന്നത് തെറ്റല്ലേ? മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇടപെട്ടാ തൊപ്പി തെറിക്കും. പൊയ്ക്കോ. മാഡം, പിച്ചള ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിച്ചളെ വെറുതെ വിടണം മാഡം. ഇത് കൊള്ളാം. പ്രതി കുറ്റം സമ്മതിച്ചു. വേണ്ടത്ര തെളിവുകളും കിട്ടി. പിന്നെന്താ കുഴപ്പം? ഇനി പിച്ചള നിരപരാധിയാണെന്ന് തെളിയണമെങ്കിൽ യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിക്കണം. മനസ്സിലും ചെല്ല്. കുട്ടിമണി കാത്തിരിക്കായിരിക്കും. പിച്ചളയെ ബലി കൊടുത്ത് നിങ്ങൾ സമാധാനമായി ജീവിക്ക്. നിരപരാധിയായ നീ പോയി ഭാര്യയുടെ മകളുടെ ഒപ്പം കഴിയ. പോ മാഡം. PC. മാഡം, സൈൻ ചെയ്യിച്ചു വിട്ടേക്ക്. മാഡം. മിസ്സസ് ശൈലജ, ഇന്നലെ രാത്രി മഹാദേവൻ തമ്പി വിളിച്ചിരുന്നു. മതികലെ ഡിസ്ചാർജ് ചെയ്ത് ആംബുലൻസിൽ ശീലാവതി പറയുന്ന സ്ഥലത്തെത്തിക്കാനാ തമ്പിയുടെ നിർദ്ദേശം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ അയാൾ തയ്യാറല്ലെന്ന്. എന്നെ തകർക്കാൻ അയാളുടെ ശ്രമം. ആയുർവേദ ചികിത്സയോട് ഡോക്ടർക്ക് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഫൈറ്റ് ചെയ്യാം ഡോക്ടർ. ഫൈറ്റിനൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷെ ട്രീറ്റ്മെന്റിനുള്ള പണം ആര് തരും? ക്രെഡിറ്റ് കൂടുമ്പോൾ മാനേജ്മെന്റ് ഇടപെടും. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ പറഞ്ഞു നിർത്തണം ഡോക്ടർ. എന്റെ മോളെ കൈവിടരുത്. എങ്ങനെ പറഞ്ഞു നിർത്തുമെന്നാ നിങ്ങൾ പറയുന്നത്? പണം അടയ്ക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല ഡോക്ടർ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറ നിങ്ങൾ. വല്ലാത്തൊരു ദുർഘട സന്ധിയില്ല എന്റെയും മോളുടെയും ജീവിതം. ഡോക്ടർ, ഫാർമസിന്ന് എനിക്ക് കുറെ ഉറക്ക ഗുളിക എടുത്തു തരുമോ? ഞാനതെന്റെ മോൾക്ക് കൊടുത്തേക്കാം. എന്നിട്ട് ഞാനും കുറെ കഴിക്കാം. എന്നേക്കുമായി തീരട്ടെ 2 ജന്മങ്ങളും. അനാവശ്യ ചിന്തകളൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ മതിയല്ലേ ഡിസ്ചാർജ് ചെയ്യും. വേറെ എന്താ ഞാൻ ചെയ്യുക? എനിക്കൊന്നും അറിയില്ല. ആവശ്യമില്ലാത്ത പുലിവാലൊന്നും പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അഡ്മിറ്റ് ചെയ്ത് നിങ്ങളായിരിക്കാം. പക്ഷേ ബില്ല് സെറ്റിൽ ചെയ്യുന്നവരുടെ താല്പര്യം ഇവിടെ നടക്കും. തമ്പി പറഞ്ഞതനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇല്ല ഡോക്ടർ, പന്ന തമ്പിയുടെ മുന്നിലേക്ക് എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഉറക്ക ഗുളിയെ തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പാല് കൊടുത്ത ഈ കൈകൾക്ക് അവളുടെ കഴുത്ത് ഞെരിക്കാനുള്ള ശേഷിയുണ്ട്. നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യും മുമ്പ് ഞാൻ എന്റെ മോളെ ഈ ലോകത്ത് നിന്നേ പറഞ്ഞുവിടും. സർ, പെരുമാൾ മുരുകൻ കൊണ്ടുവന്ന ഫയൽ ഞാൻ വിശദമായി പരിശോധിച്ചു. മുംതാസ് ഇവിടെ വരെ ഒന്ന് വരണം. ഷുവർ സർ. ഓക്കെ. സിജ, സിജ, എവിടെയായിരുന്നു നീ? മുംതാസ് മേഡം നിന്നെ അറസ്റ്റ് ചെയ്തില്ലേ? ചെയ്തു പാലേട്ടാ. ദിവസങ്ങളായി ഞാൻ ലോക്കപ്പിലായിരുന്നു. ഒക്കെ ഞാൻ പിന്നെ പറയാം. എൻ്റെ കുട്ടി എവിടെ? കുട്ടിമണി അകത്തുണ്ട്. അവളോട് ഞാൻ ഇന്നലെ അമ്മ മരിച്ച കാര്യം പറഞ്ഞു. എന്നിട്ട് സ്തംഭിച്ചെന്ന് അവൾ പെട്ടെന്ന് ബോധം കെട്ട് വീണു. ഡോക്ടറൊക്കെ വന്നു. ഇപ്പോൾ കുട്ടുവിന് എങ്ങനെയുണ്ട്? ബോധം വന്നു. അമ്മ മരിച്ചു എന്ന സത്യത്തോട് അവൾ പൊരുത്തപ്പെട്ടു തുടങ്ങി. അല്ല, അവക്കെല്ലാവരും ഓർമ്മയുണ്ടോ? എന്നെയും രവി അപ്പച്ചമ്മയും അവൾക്ക് ഓർമ്മയുണ്ട്.
അവളുടെ വലിയച്ചയും വലിയച്ചയുടെ ഇരട്ട കുട്ടികളെയും ഇന്നലെ പരിചയപ്പെട്ടു. ഇനി നിന്റെ ഊഴോ, നീ എന്നുള്ള പരിചയപ്പെടും. ബാലേട്ട, വയലോരം വീട്ടിലെത്തിയ എൻ്റെ കുട്ടുവിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അസ്തമിച്ചോ? എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അവളെ കാണുന്നില്ല ബാലേട്ട. അങ്ങനെ പറയരുത്. നിന്നെ കാണുമ്പോൾ അവക്കെല്ലാം ഓർമ്മ വന്നാലോ? അകത്തേക്കായിരുന്നു. ഇതൊരു പോരാട്ടം സിജ. ഈ പോരാട്ടത്തിൽ നീ ജയിക്കണം. അതാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ചെല്ല് ചെല്ല് സിജ. അവക്കിപ്പോ എല്ലാം അറിയാം സിജ. പക്ഷേ നിന്റെ ഭൂതകാലം വേട്ട തുടരുക. വർത്തമാനകാലവും ഭാവികാലവും ഒക്കെ തകർത്തെറിയുന്ന വേട്ട. കുട്ടു, എന്റെ കുട്ടുവിന്റെ മനസ്സിൽ വേണ്ടാത്തതൊക്കെ കടത്തിവിടാൻ നീ ഇവിടെ വന്നു അല്ലേ? ഞാൻ വന്നു എന്നുള്ളതൊക്കെ നേരാ. പക്ഷേ കുട്ടിമണിയുടെ മനസ്സിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെ കടത്തിവിടുന്ന പരിപാടി ഞാൻ നിർത്തി. അതൊക്കെ തിരിച്ചറിയാൻ ഇപ്പൊ അവൾക്ക് കഴിവുണ്ട്. ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോടാ. നീ കണ്ടുപോകരുത് ഇവിടെ. അത് പറയാൻ നിങ്ങൾ ആരാ? ഇതേ എന്റെ വീടാ, എന്റെ മുറി. ഇവിടെ ആരാ നിക്കണ്ടേന്ന് ഞാൻ തീരുമാനിക്കും. കുട്ടു, ഞാൻ നിനക്കാരുമല്ലേ? അല്ല, കുഞ്ഞുമണിയുടെ അച്ഛനാ ഞാൻ, നിന്റെ ഭർത്താവ്. എനിക്ക് ഭർത്താവും ഇല്ല മോളും ഇല്ല. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ, അതാ നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. നിന്നെ നമ്മുടെ മോളെ വിട്ട് ഇനി ഞാൻ എങ്ങോട്ട് പോവില്ല. ഇതൊക്കെ നിങ്ങൾ പറയേണ്ടതേ നിങ്ങളുടെ ഭാര്യയുടെ അടുത്താ, എന്റെ അടുത്തല്ല. കുട്ടു, നീ തന്നെ എന്റെ ഭാര്യ. അല്ല, നിങ്ങളുടെ ഭാര്യ വേറെയാ. ഇതല്ലേ നിങ്ങളുടെ ഭാര്യ? പൊയ്ക്കോ, ഇവളുടെ അടുത്തേക്ക് പൊയ്ക്കോ. എനിക്കാരും കാണണ്ട. ഈ ഫോട്ടോ കളവാണെന്ന് പറയാൻ നിങ്ങൾക്കാവോ? ഞാൻ നിഷേധിക്കുന്നില്ല. ഈ ഫോട്ടോ സത്യമാ. അങ്ങനൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. അതൊരു പഴയ കാലം. ഇവക്ക് വേണ്ടിയാ ഞാൻ ഈ വയലോരം വീട്ടിൽ കാലുകുത്തിയത്. പക്ഷേ നിന്റെ നിഷ്കളങ്കമായ സ്നേഹം എന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റി. എന്റെ മനസ്സിൽ നിന്നെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഞാൻ നിന്നോട് അനീതി കാണിച്ചിട്ടില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഞാനെന്തിനാ വിശ്വസിക്കുന്നത്? എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. ഓർമ്മയില്ലെങ്കിലും വേണ്ടില്ല മോളെ, ഇവനെ നീ വെറുക്കരുത്. പഴയതൊന്നും ഓർക്കണ്ട. പക്ഷേ ഇവനുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴാ നിന്റെ കല്യാണം നടന്നതെന്ന് കരുതിയാ മതി. ഇഷ്ടമില്ലാത്ത ഒരുത്തിനെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് അപ്പച്ചമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? ഇവൻ ശ്വസിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയായതുകൊണ്ട് ഇവന്റെ വേദന നീ കാണാതിരിക്കരുത് മോളെ. മതി അപ്പച്ചമ്മേ, ഇനി എനിക്ക് വേണ്ടി സംസാരിക്കണ്ട. എന്റെ വിധിയായത്. പണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയേ തീരൂ. സന്തോഷത്തോടെ ഞാനൊക്കെ സ്വീകരിച്ചോളാം. അവനെ ഒന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യുമോളെ. ആശുപത്രി വെച്ച് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവനോട് പെരുമാറിയത്. ശിവയെക്കുറിച്ച് അയ്യപ്പൻകുട്ടി സാറ് കണ്ടെത്തിയ രഹസ്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാ. ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ, ഒരു ആറ്റം ബോംബ് തന്നെയായിരുന്നു ഈ വിവരങ്ങൾ. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള കണക്ഷൻസിലൂടെയാണ് ശിവ സഞ്ചരിച്ചതെന്ന് കേൾക്കുമ്പോ ആ മനസ്സിനോടുള്ള കലി കൂടുക. നിസാറായിട്ടങ്ങ് തീർത്തു കളഞ്ഞില്ലേ സർ? അവനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തെളിയാതെ കിടന്ന എത്ര കേസുകൾ തെളിയുമായിരുന്നു. അയ്യപ്പൻകുട്ടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും നമുക്കവനെ കിട്ടില്ലായിരുന്നു.
അയാൾ കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണെന്ന് ഈ ഫയലിൽ വ്യക്തമായി കിടപ്പുണ്ട്. കർണാടകയിലെ ജയിൽ ബ്രേക്കിന് ശേഷം കേരളത്തിലെ പഴയ കൂട്ടുകാരെ തേടിയെത്തി ഇവിടെ താവളമുറപ്പിക്കുകയായിരുന്നു ശിവ. ഉന്നതരുടെ സഹായമില്ലാതെ അങ്ങനെ ഒരു ജയിൽ ചാട്ടം നടക്കുമെന്ന് മുംതാസിന് തോന്നുന്നുണ്ടോ? വാർ ഗ്രൂപ്പുകളുമായുള്ള അയാളുടെ കണക്ഷൻ ശ്രദ്ധിച്ചില്ലേ? ശിവപാണ്ഡ്യ പെരുമാൾ അറസ്റ്റിലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ അയാളെ ഏതെങ്കിലും നാഷണൽ ഏജൻസിക്ക് കൈമാറേണ്ടി വരുമായിരുന്നു. സർക്കാർ ചെലവിലല്ല, കേന്ദ്ര സർക്കാർ ചെലവിൽ അവൻ തിന്നു കൊഴുത്തേനെ. ഇത്തരം പ്രതികൾക്ക് കിട്ടുന്നത് ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിക്കും മുകളിലുള്ള സുരക്ഷയാടോ. അവന്റെ പ്രവൃത്തിക്ക് ഉചിതമായ ശിക്ഷയാടോ കിട്ടിയത്. ഭൂതത്താൻ കെട്ടിലെ കൊക്കയിൽ അവസാനത്തെ ഉറക്കം. അത് ചെയ്തവനെ വിളിച്ചു വരുത്തി പട്ടും വളയും നൽകാൻ നിയമമില്ലാത്തതാ നമ്മുടെ നാടിന്റെ ദുരന്തം. പട്ടും വളയും കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിജന്. ജയിൽ യൂണിഫോമാണ് ഞാൻ കൊടുക്കുന്ന പട്ട്. 2 കൈയിലും അണിയിക്കുന്ന വളയുടെ പേര് വിലങ്ങെന്നും. പിച്ചളയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയത്? ഇല്ല സർ, ഇന്ന് ഈവനിംഗ് വരെ മനസ്സിജൻ കീഴടങ്ങാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇന്ന് കീഴടങ്ങിയില്ലെങ്കിൽ അതിനർത്ഥം നാളെ അവൻ പിച്ചളയ്ക്ക് വേണ്ടി ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുമെന്ന. പക്ഷെ ഇന്ന് സന്ധ്യ കഴിയുമ്പോൾ തന്നെ പിച്ചളയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഞാൻ കസ്റ്റഡിയിൽ വാങ്ങും. ഓക്കേ, ഗോ അഹെഡ്. താങ്ക് യു സർ. മനസ്സിജന, ഒരുപക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാത്തിരുന്നപ്പോൾ. ഹലോ. ഹലോ മാഡം, മനസ്സിജന. മനസ്സിലായി, പറഞ്ഞോളൂ. ഇത്രയും ദിവസം നിങ്ങളുടെ കസ്റ്റഡി കഴിഞ്ഞ് ഞാൻ നിങ്ങളെയൊക്കെ കബളിപ്പിക്കുകയായിരുന്നു. ശിവയെ കൊന്നത് ഞാൻ തന്നെയാ. അത് നീ പറയാതെ തന്നെ എനിക്കറിയാവുന്ന കാര്യം മനസ്സിലാ. അന്ന് രാത്രി വയലോരം വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു സിനിമയിലെന്ന പോലെ എന്റെ മനസ്സിലുണ്ട്. മുമ്പ് നീ പറഞ്ഞതുപോലെ തെളിവുകളായില്ലാത്തത്. ഇനി കൂടുതൽ തെളിവുകളൊന്നും ആവശ്യമില്ല മാഡം. കുറ്റസമ്മതം നടത്തി കീഴടങ്ങാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ എവിടെയുണ്ട് നീ? ഞാൻ വയലോരം വീട്ടിലുണ്ട്. ശരി, അവിടെ തന്നെ നിൽക്ക്. എനിക്ക് തെളിവെടുപ്പ് നടത്താലോ? ശരി മാഡം. കീഴടങ്ങാൻ മനസ്സിജൻ തയ്യാറാണെന്ന്. അറസ്റ്റിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി ക്ലാരിഫൈ ചെയ്യാൻ. സിജ, കുട്ടിമണിയുടെ ഈ സമീപനം മാറും. എല്ലാം നേരെയാവും. അതിനിനി വലിയ താമസമില്ല. നേരാ ബാലേട്ട, എല്ലാം നേരെയാവും ഉടനെ തന്നെ. നിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ സിജ. മുംതാസ് മേഡം നിന്നെ അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്താ വിട്ടയച്ചത്? നിരപരാധിയാണെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞോ? ഒക്കെ കഴിഞ്ഞ കഥകളാ ബാലേട്ട. വിട്ടയച്ചെന്ന് മാത്രം ബാലേട്ടൻ അറിഞ്ഞാൽ മതി. ശിവയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വയലോരം വീടിനോ ഈ വീട്ടിലുള്ളവർക്കോ ഒരന്വേഷണം നേരിടേണ്ടി വരില്ല. എല്ലാവരും സേഫാ. പിച്ചളയോ? അവ സേഫാണ് സിജ. ഇപ്പോഴല്ല, പക്ഷെ പിച്ചളയും സേഫാവും. ഇന്ന് വൈകുന്നേരത്തിനാകും. എല്ലാം കൊണ്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളാ സിജ. കുട്ടിമണി കൂടി സാധാരണ നിലയിലായിരുന്നെങ്കിൽ മതിയായിരുന്നു. ആകും കൂടിയ 2-3 ദിവസം. അതിനുള്ളിൽ വയലോരം വീട് പൂർവ്വസ്ഥിതിയിലാവും. സിജൻ ഒഴികെയുള്ളവർക്ക് എന്നുകൂടി പറയണം ബാലേട്ട. സിജൻ ഒഴികെയുള്ളവർക്കോ? സിജനില്ലാതെ ഈ കുടുംബം എങ്ങനെ പൂർണ്ണമാവുന്നത്? നിന്നെക്കുറിച്ച് രവിയും നീതും നടത്തിയ ചില പരാമർശങ്ങളുടെ പേരില്ല കുട്ടിമണിയുടെ ഇപ്പോഴത്തെ വാശി. 2 ദിവസം നീ അടുത്തിടപഴകി കഴിയുമ്പോൾ അവൾക്ക് ബോധ്യമാവും പഴങ്കഥകളൊക്കെ മറക്കുന്നതാണ് നല്ലതെന്ന്. ഇല്ല ബാലേട്ട, ഭർത്താവിനുണ്ടായിരുന്ന വഴിവിട്ട ബന്ധം പൊറുക്കാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല. കുട്ടുവിനെ പോലെ മനസ്സിൽ നിഷ്കളങ്കത മാത്രമുള്ള ഒരു പെണ്ണിന് സഹിക്കാനേ പറ്റില്ല. അതെനിക്കറിയാം. ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ്. നമുക്ക് ലൈല ഡോക്ടറെ കൊണ്ടുവരാൻ സിജ. മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കരുതെന്ന് അവർ കുട്ടിമണിയോട് പറഞ്ഞോളൂ. ബാലേട്ടൻ ഇനി എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട. എല്ലാം അവസാനിപ്പിക്കാൻ പോവുക. എങ്ങനെ? ഇനി ഏറിയാൽ അരനാഴിക നേരം. അതിനുള്ളിൽ എല്ലാം കഴിയും. സിജ, എന്താ നിന്റെ ഭാവം? എന്നോടൊന്നും ചോദിക്കണ്ട. ഇനി കാത്തിരിക്കാൻ എനിക്ക് വയ്യാന്ന് മാത്രം ബാലേട്ടൻ മനസ്സിലാക്കിയാൽ മതി. എല്ലാം അവസാനിപ്പിച്ചിട്ട് നീ എവിടെ പോവും? തീർത്ഥാടനത്തിനോ അതോ വനവാസത്തിനോ? നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല സിജ. നിന്നെ ഞങ്ങൾക്ക് വേണം. നിന്നിവിടെ പിടിച്ചു നിർത്താനുള്ള വഴി എനിക്കറിയാം. തമ്പി സാറേ, സിജന കുറച്ച് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷനായിപ്പോയി. ഈ പ്രശ്നം തുടങ്ങി വെച്ചത് രവിയ. രവിയുടെ പിണയാളായ നീ പ്രവർത്തിച്ചത്. അതിനുള്ള പരിഹാരം നിങ്ങൾ തന്നെ കണ്ടേ മതിയാവും. ഞാൻ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുന്നാ സാറ് പറയുന്നത്? നീ കാണിച്ച ഫോട്ടോകളാ സിജനെ കുട്ടിമണി വെറുക്കാനുള്ള കാരണം.
അതൊക്കെ വ്യാജമാണെന്ന് നീ അവളോട് പറയണം. സോറി സർ, അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് റിസ്ക് എടുത്ത മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മതികലയും മനസ്ജിനും തമ്മിലുള്ള അരുതാത്ത ബന്ധത്തിന്റെ ഫോട്ടോകൾ എടുത്തത്. ആഴ്ചകളോളം ഒരു നിഴല് പോലെ ഞാൻ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംശയം തോന്നിയിരുന്നെങ്കിൽ അന്നത്തെ മനസ്സജൻ എന്നെ കൊല്ലാനും മടിക്കില്ലായിരുന്നു എന്ന് സാറിന് അറിയാലോ. എന്നിട്ടോ സകല തെളിവുകളും അടക്കം ഞാനത് ഫയലാക്കി. സാറിനറിയോ, സാറിന്റെ ഭാര്യ ഈ നിൽക്കുന്ന സീത ചേച്ചിക്ക് ആ ബന്ധത്തെക്കുറിച്ച് അറിയാവുന്നവരെ എന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നിട്ടും ഏതാനും വെള്ളിക്കാശിന് വേണ്ടി എന്റെ ചീഫ് ആ കേസ് അട്ടിമറിച്ചു. മതികല കൊടുത്ത നക്കാപ്പിച്ച വാങ്ങിച്ച് രവി സാറിന് ഒരു ഫേക്ക് റിപ്പോർട്ട് കൊടുത്തു. ബഹളം വെച്ച് എന്റെ ജോലി നഷ്ടപ്പെട്ടു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാ ഞാൻ പിന്നെ തേർഡ് ഐ എന്ന കമ്പനിയിൽ ജോലി നേടിയത്. അതിനൊക്കെ കാരണമായത് ഈ മനസ്സജിനും മതികലയും തമ്മിലുള്ള അവിഹിത ബന്ധവാ. അതൊരു കള്ളക്കഥയാണെന്ന് ഞാനിപ്പോ കുട്ടിമണിയോട് പറഞ്ഞാൽ അതൊരു ആത്മവഞ്ചനയാവും സർ. ഞാൻ നിന്റെ കാല് പിടിക്കാം മോളെ. ദയവ് ചെയ്ത് നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്. സിജനും കുട്ടിമണിയും ഒത്തുചേരണം. ഒരു നല്ല കാര്യം നടക്കാനായി ദൈവങ്ങൾ വരെ കള്ളം പറഞ്ഞിട്ടുണ്ട്. മോള് കേട്ടിട്ടില്ലേ? കഥകളൊക്കെ ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് ആന്റി. അശോധാത്മാവ് മരിച്ചു എന്ന് ഉറക്കുകയും ആനയെന്ന് പതുക്കെയും പറഞ്ഞ ധർമ്മപുത്രയുടെ കഥ ആവർത്തിക്കണ്ട. നീതു കൃഷ്ണ അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാ മതി. മോളെ, നിന്റെ വാശിയും വൈരാഗ്യവും മാറ്റിവെക്കണം. നിന്റെ ഒരു നുണപറച്ചിൽ കൊണ്ട് ഒരു കുടുംബമാ രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പച്ചൻ എന്തിനാ ഇവളുടെ കാല് പിടിക്കുന്നത്? നമുക്ക് രവിയെ വിളിക്കാം. ഇവളെ കുട്ടിമണിയുടെ മനസ്സ് മാറ്റുന്ന ഉദ്യോഗസ്ഥയാക്കിയത് രവിയല്ലേ? രവിയെ കൊണ്ട് തന്നെ കുട്ടിമണിയോട് പറയിക്കാം ഒക്കെ കള്ളക്കഥയും കള്ള ഫോട്ടോയും ആയിരുന്നെന്ന്. രവി പറയില്ല മോളെ. മനസ്സനോട് അവന് തീർത്താ തീരാത്ത വാശിയാ. അതെ, അവന്റെ കാല് പിടിക്കുന്നതിൽ അന്തസ്സുണ്ട് ഇവളുടെ മുമ്പിൽ യാചിക്കാൻ. അതിനാരാ രവിയുടെ കാല് പിടിക്കാൻ പോകുന്നത്? ബാലേട്ടൻ ഫോണിങ് ഇതാ, ഞാൻ സംസാരിക്കാം രവിയോട്. സീതയുടേത് വെറും യാചനയൊന്നുമല്ല, ആജ്ഞയാ. അതനുസരിക്കാതിരിക്കാൻ രവിക്ക് പറ്റില്ല. എനിക്ക് രവിയോട് സംസാരിക്കാനുള്ളത് തനിച്ച. എല്ലാവരും എന്നെ ഒന്ന് തനിയെ വിടണം. ബാല, ദ സബ്സ്ക്രൈബർ യു ആർ കോളിംഗ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. സീതേച്ചിയുടെ കാതിൽ ഇപ്പൊ കേൾക്കുന്ന മെസ്സേജ് അതായിരിക്കും. രവി സാർ ഇന്ന് ഡൽഹിയില, ഒരു ബിസിനസ് മീറ്റിംഗ്. 4 മണിവരെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പരുത്തിക്കാവിലമ്മേ, ആ വഴിയും അടഞ്ഞോ? അടഞ്ഞു ആന്റി, വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാനിപ്പോ വരാം. ചേച്ചി ഇപ്പൊ രവി സാറിനെ വിളിക്കാൻ ശ്രമിച്ച എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ചേച്ചിക്ക് രവി സാറിന് അറിയാവുന്ന ഒരു സത്യം തുറന്നു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി രവി സാറിനെ വശത്താക്കാൻ. ശരിയല്ലേ? മനസ്സജനാണ് ശിവയെ കൊന്നതെന്ന് പോലീസുകാരോട് പറഞ്ഞത് ചേച്ചിയാണ്. പക്ഷേ ഇവരുടെയൊക്കെ ധാരണ രവി സാർ അത് ചെയ്തതെന്നാ. വയലോരം വീട്ടിലെ ദേവത ചെയ്ത കർമ്മം രവി സാർ സ്വയം ഏറ്റെടുക്കായിരുന്നു. അതെ, നിന്റെ ഊഹമൊന്നും തെറ്റിയില്ല. സിജനെ ഒറ്റിക്കൊടുത്തത് ഞാനാണെന്ന് വിളിച്ചു പറഞ്ഞ ഈ കുടുംബം തകരുമെന്ന് രവിക്കറിയാം. ഞാനത് ചെയ്യാതിരിക്കാൻ അവൻ കുട്ടിമണിയോട് സംസാരിക്കും, എനിക്കുറപ്പാ. അതെനിക്കും അറിയാം ചേച്ചി. ഒരു 4 മണിവരെ വെയിറ്റ് ചെയ്യും. അപ്പോഴേക്കും രവി സാറിനെ ഫോണിൽ കിട്ടും. ഞാൻ പിന്നെ ആരുടെയും ശത്രുവൊന്നും അല്ല ചേച്ചി. മനസ്സജൻ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യട്ടെ. എന്റെ കയ്യിലുള്ള ഫോട്ടോകൾ ഫേക്കാണെന്ന് പറയാൻ രവി സാർ ആവശ്യപ്പെട്ടാൽ അങ്ങനെ ചെയ്യാനും ഞാൻ തയ്യാറാണ്. രവി ആവശ്യപ്പെടും നീതി. കുട്ടിമണിക്ക് നല്ലത് വരണമെന്ന് മാത്രമേ രവിക്ക് ആഗ്രഹമുള്ളൂ. സാറ് പറയട്ടെ, എന്നിട്ട് നോക്കാം. എന്തായാലും മനസ്സിന് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എന്തിനാ പോലീസ് വന്നിരിക്കുന്നത്? ഞാൻ വിളിച്ചു വരുത്തിയതാ അപ്പച്ചൻ.
എടുത്തു ചാടി നീ അവിവേകം കാണിച്ചു സജ. നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ബാലേട്ടാ, നീ വിളിച്ചില്ലെങ്കിലും ഞാൻ തേടി വന്നേനെ മനസ്സിലാ. ശിവയെ കൊന്നത് നീയാണെന്നുള്ളതിന് എനിക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞു. ഞാൻ നിഷേധിക്കുന്നില്ല മാഡം. ഞാൻ തന്നെയാണ് ശിവയെ കൊന്നത്. മറ്റാർക്കും അതിൽ പങ്കില്ല. മനസ്സ് ജമ്പായി എന്തായി പറയണ? ഞാൻ അവനെ തീർത്തത്. അവിടെ ഞാൻ അവന്റെ തലക്കടിച്ച് വീഴ്ത്തിയത്. കമ്പി വടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ കാട്ടിത്തരാം മേഡം. അതുകൊണ്ട് ഒളിപ്പിച്ചത് നീയായിരിക്കും പിച്ചളെ. പക്ഷെ അവന്റെ തലയ്ക്കടിക്കാൻ നിന്റെ കൈ ഉയരില്ല. കാരണം നീ ഒരു ചെറിയ കള്ളനാ. മനസ്സിജൻ മാനസാന്തരം വന്നു എന്ന് നടിക്കുന്ന ഒരു വലിയ ക്രിമിനലും. ശരിയാ മാഡം പറഞ്ഞത്. ഒരുപാട് ചോരച്ചാലുകൾ താണ്ടിയാ മനസ്സിൻ വയലൂരും വീട്ടിലെത്തിയത്. മാനസാന്തരം വന്നു എന്ന് നടിച്ചതായിരുന്നു ഞാൻ. പലതരത്തിലും ഈ വീടിനുള്ളിൽ ഞാൻ വഴിവിട്ട് ജീവിച്ചു. മതികലയുമായി എനിക്ക് അരുതാത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. അതിനുള്ള തെളിവുകൾ ദാ ഈ നിൽക്കുന്ന നീതുവിന്റെ കയ്യിലുണ്ട്. ബായ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തുണ്ടായിരുന്നു പിച്ചളെ. എങ്ങനെയും ജീവിക്കണമെന്നുള്ള ഭ്രാന്ത്. ഇപ്പോൾ അതില്ല. മതികലയും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ശിവയ്ക്കറിയായിരുന്നു. അവനതൊക്കെ പരസ്യമാക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാ ഞാൻ അവനെ തീർത്തു കളയാൻ തീരുമാനിച്ചത്. ഞാൻ അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി. മറ്റാരും ഇവിടെ ഇല്ലാത്ത ദിവസമായിരുന്നു അത്. കളവ് പറഞ്ഞ അപ്പച്ചിയമ്മയുടെ കയ്യിൽ നിന്നും ഈ വീടിന്റെ താക്കോല് ഞാൻ സംഘടിപ്പിച്ചത്. അയ്യോ അല്ല, ശിവയെ കൊല്ലാൻ ഞാനും ഉണ്ടായിരുന്നു ഇവന്റെ കൂടെ. അവന്റെ തലക്കടിച്ചത് ഞാനാ. കൊന്നത് ഞാനാന്ന് പറഞ്ഞ് ഇവിടെ ഒരു മത്സരം നടക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരും അവനവന്റെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ കഥ മെനയുകയും ചെയ്യും. ഓ സോറി, എനിക്ക് തെറ്റി. ഇവിടെ അധികം ഭാവന ആവശ്യമില്ല. ബാലചന്ദ്രൻ, സീത, സുഭദ്ര, മതികല 4 പേര് സാക്ഷികളായിരുന്നല്ലോ കൊലപാതകത്തിന്. മനസ്സിജൻ ചെയ്തത് തങ്ങളാണ് ചെയ്തതെന്ന് വിളിച്ചങ്ങ് പറഞ്ഞാ പോരെ? മാഡത്തിന് വേണ്ടത് യഥാർത്ഥ പ്രതിയല്ലേ? പ്രതി കീഴടങ്ങാൻ തയ്യാറായ സ്ഥിതിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ ഒരു കോടതിയിലും കുറ്റം നിഷേധിക്കത്തുമില്ല. എന്നാലും ഒരു കേസാവുമ്പോ സാക്ഷികളും വേണമല്ലോ മനസ്സിലാ. മാഡം എത്ര ശ്രമിച്ചാലും ഈ വീട്ടിൽ നിന്ന് സിജിനെതിരെ സാക്ഷി പറയാൻ ഒരാളെയും കിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തരും പറയും ഞങ്ങളാ കൊന്നതെന്ന്. കേൾക്കണോ? ഞാനും ഈ പോലീസുകാരും കൂടി വയലോരം വീട്ടിൽ കയറി ഒന്ന് മേഞ്ഞാലോ? ആദ്യത്തെ ഇടിക്ക് തന്നെ നീയൊക്കെ സത്യം തുറന്നു പറയും ബാല. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഈ മുറ്റത്തിട്ട് നിന്നെ 4 ചവിട്ട് ചവിട്ടിയാ നിന്റെ ഭാര്യ അപ്പച്ചിയമ്മയൊക്കെ നിലവിളിച്ചോണ്ട് എന്റെ മുമ്പിൽ നിന്ന് കുമ്പസരിക്കും. കാണണോ? ഒരാൾ ചെയ്ത ക്രൂരകൃത്യം മറച്ചു വെക്കാൻ കഴിയും സിനിമയിൽ, ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആവില്ല. ഒരു അതിക്രമത്തിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ മാഡം. കേസിൽ സാക്ഷിയാണ് വേണ്ടതെങ്കിൽ ദേ ഇവിടെ ഈ പിച്ചളയുണ്ട്. ഞാൻ തന്നെയാ കൊന്നതെന്ന് പിച്ചള പറയും. ഞാൻ ചെയ്ത കൃത്യം ഞാൻ തന്നെ ഏറ്റെടുക്കും മനസ്സ് ജമ്പായി. ബായ് സാക്ഷി പറഞ്ഞാ മതി. കുറെ ദിവസമായി നീയൊക്കെ കൂടി എന്നെ മണ്ടിയാക്കാൻ തുടങ്ങിയിട്ട്. ഇനി അത് വേണ്ട. രണ്ടാളും കൂടി കൃത്യമായിട്ട് പറഞ്ഞോണം എങ്ങനെ കൃത്യം നടത്തിയെന്ന്. പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഈ വീട്ടിലുള്ളവരെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഇല്ലെങ്കിൽ വിവരം അറിയുമെല്ലാം. അകത്തേക്ക് വരും വേണം. ഞാൻ പറഞ്ഞുതരാം അന്ന് രാത്രി ഈ വീട്ടിൽ എന്താ നടന്നതെന്ന്. ശരി, നടക്ക്. നീയും വാ കുറുപ്പേ, എന്റെ കൂടെ വാ. വേറെ ആരും കൂടെ വരണ്ട. അച്യുതാ, ശാരദ, എന്റെ പരുത്തിക്കാവിൽ അമ്മേ. 7 മണിക്ക് മതികലയോടെ എത്തി. അവളെ ഞാൻ ദേ ആ മുറിയിൽ ഒരു കസേരയിൽ കെട്ടിയിട്ടു. 8 മണിക്ക് ശിവയുടെ വരവ്. മതികലയുടെ കൺമുന്നി വെച്ച് ഞാൻ അവന്റെ തലക്കടിച്ച് വീഴ്ത്തി. 8:10 ശിവയുടെ ഫോണിൽ നിന്ന് മതികലയുടെ പുതിയ നമ്പറിലേക്ക് ഒരു കോള് പോയല്ലോ. ആ കോളിൽ മതികല ശിവയെ കൊല്ലാൻ ഓർഡർ ഇട്ടു. അതെങ്ങനെ സംഭവിച്ചു? അത് മതികലയെ ഭീഷണിപ്പെടുത്തി ഞാൻ തന്നെ ചെയ്യിച്ചതാ മാഡം. അല്ലേ അല്ല, ആ ഫോൺ എടുത്തത് ശിവരഞ്ജിനിയായിരുന്നു. പഴയ യൂണിവേഴ്സിറ്റി മിമിക്രി വിന്നർ ശിവരഞ്ജിനി. മനസ്സിജിനു വേണ്ടി മതികലയുടെ ശബ്ദമായവൾ. രഞ്ജിനി പെങ്ങളെ വെറുതെ വിടണം മാഡം. അതിന്റെ ജീവിതം തകർക്കരുത്. ഇല്ല പിച്ചളെ, അവള് മാപ്പസാക്ഷിയാവും ഈ കേസിൽ.
ഒക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എവിടെ വെച്ചാ നീ കൃത്യം നടത്തിയത്? ദാ അവിടെയാ ശിവ വീണത്. സ്ഥലം മാർക്ക് ചെയ്ത് ബ്ലഡ് സ്റ്റെയിൻ വല്ലതും കിട്ടുമെന്ന് പരിശോധിക്കണം. ശരി മാഡം. ആയുധം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? അത് ഭൂതത്താങ്കെട്ടിലെ കൊക്കയിൽ തന്നെ അതും എറിഞ്ഞു മാഡം. കൊലപാതകത്തിന്റെ മോട്ടീവ് നീ പറഞ്ഞത് എനിക്കത്ര ദഹിച്ചിട്ടില്ല മനസ്സില. മതികലയും നീയുമായിട്ടുള്ള ബന്ധം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയല്ല. ശാരദയെ കൊന്നതിന്റെ പേരില നീ ശിവയെ വകവരുത്തിയത്. ഞാൻ നീ എതിർവാദത്തിനൊന്നുമില്ല മാഡം. മാഡം പറയുന്നത് എന്തും ഞാൻ സമ്മതിക്കാം. ഈ വയലൂരം വീട്ടിലെ ആരെയും ദ്രോഹിക്കാതിരുന്നാ മതി. അങ്ങനെ ഞാൻ പറയുന്നതൊന്നും നീ സമ്മതിക്കണ്ട മനസ്സില. ഉള്ളത് പറഞ്ഞാ മതി. മാഡം അത് ഇത് അല്ല, പോലീസുകാരൊക്കെ എന്താ ഇവിടെ? ഒരു കള്ളനെ പിടിക്കാൻ വന്നതാ കുട്ടിമണി. ചെറിയ കള്ളനല്ല, ഒരു വലിയ കള്ളൻ. എന്നാ പിന്നെ കള്ളനെ പിടിച്ചോ. ഇവരുദ്ദേശിക്കുന്ന കള്ളൻ ആരാന്ന് അറിയോ കുട്ടിമണി പെങ്ങൾക്ക്? ഈ നിക്കണ മനസ്സുജമ്പായ. കുട്ടുവിനോട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെച്ചില്ലേ. ഇവൾക്ക് എന്നെ അറിയില്ല. എന്റെ കുട്ടുവിനെ എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ആ വിഷമത്തിലൊക്കെ ഏറ്റു പറഞ്ഞത് അല്ലേ മനസ്സുജമ്പായി? അതെ. നിന്റെ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ച കാര്യം അതാ മനസ്സിച്ച് നടപ്പിലാക്കിയത്. അവരെ കൊന്നവനെ ഇയാൾ ഇല്ലാതാക്കി. കണ്ട പൂച്ചയോ? പൂച്ചയോ? എന്റെ അമ്മയെ കൊന്നത് കണ്ടം പൂച്ചയോ? ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. തലേനുകൊണ്ട് മുഖത്ത് നെക്കി പിടിച്ചു. എന്റെ അമ്മ കിടന്ന് പെടുന്നു. ഞാൻ കണ്ടതാ. നടന്നത് അത് തന്നെയാ. പക്ഷെ ആ കണ്ടം പൂച്ചയുടെ പേര് ശിവപാണ്ഡ്യ പെരുമാളെന്നാ. മനസ്സിലായോ? ഇപ്പൊ എന്നോട് പറഞ്ഞത് കോടതി വന്ന് പറയാൻ നിനക്ക് മടിയില്ലല്ലോ? ഇല്ല, ഞാൻ പറയാം. എന്നാ അകത്തേക്ക് പോയിക്കോ. എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട്. നിങ്ങളെ ഞാൻ നേരെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പും മറ്റും ബാക്കി കിടക്കല്ലേ. ആരോടെങ്കിലും യാത്ര പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വാ. കുട്ടിമണി പെങ്ങളെ എന്നെങ്കിലും ബായിയെ തിരിച്ചറിയും. അതുവരെ കാത്തിരിക്കാതെ എടുത്തു ചാടിയത് അബദ്ധായി ബായി. കുട്ടുവിനെ തിരിച്ചറിയാത്തത് മാത്രമല്ല പിച്ചളെ കീഴടങ്ങാനുള്ള കാരണം. എനിക്ക് വേണ്ടി പിച്ചള കുറ്റുവെക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിലൊന്നും ഒരു കാര്യല്ലേ ബായി. എനിക്ക് വേണ്ടി കാത്തിരിക്കാനും എന്നെ സ്നേഹിക്കാനൊക്കെ ആരാ ഉള്ളത്? ആരുമില്ല. അങ്ങനെയുള്ള ഞാൻ ജയിലിൽ കിടന്നാലും ഒരു തുള്ളി കണ്ണീര് പോലും ഈ ഭൂമിയിൽ വീഴില്ല. ബായിയുടെ സ്ഥിതി അതല്ലല്ലോ. വലിയ വ്യത്യാസമൊന്നുമില്ല പിച്ചളെ. തൽക്കാലം ബാലേട്ടന്റെ അപ്പച്ചമ്മയുടെ കണ്ണിൽ ഇത്തിരി കണ്ണീര് പൊടിയുമായിരിക്കും. കാലം ആ കണ്ണീര് തുടച്ചോളും. സിജനെ എല്ലാവരും മറക്കും. മറന്നോട്ടെ, അതാ നല്ലത്. ഞാൻ പോയി കുട്ടുവിനൊന്ന് കണ്ടിട്ട് വരാം. ആശുപത്രി വെച്ച് ഒരു ദിവസം ഞാൻ നിന്നോട് പറഞ്ഞു, വയലോരം വീടിന് വേണ്ടി ഒരു സൽക്കർമ്മം ചെയ്യാൻ പോവാണെന്നും നീ പ്രാർത്ഥിക്കണമെന്ന്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഉദ്ദേശിച്ച കാര്യം ഭംഗിയായിട്ട് നടന്നു. അതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. നിന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലും നീ ഇനി എന്നെ സ്നേഹിക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ പിടികൊടുക്കാൻ തീരുമാനിച്ചത്. എന്നെ വെറുത്തോളൂ, പക്ഷേ എപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം, ഒരേ ഒരു തവണ നീ ജയിലിൽ വന്ന് എന്നൊന്ന് കാണണം. സ്നേഹത്തോടെ മനസ്സിൽ ഞാനൊന്ന് വിളിക്കണം. ജയിലഴികളുടെ അപ്പുറത്ത് നിന്നു. ഒരുപാട് നന്ദിയുണ്ട്. മനസ്സിൽ എന്ന കാട്ടാളനെ കുറെ കാലം സ്നേഹിച്ചതിന്, ഒരു മനുഷ്യനാക്കിയതിന്.
കുട്ടു എന്ന വിളിയിൽ ഞാൻ ഒരിക്കലും മായം കലർത്തിയിട്ടില്ല കുട്ടു. നിന്റെ അനുവാദം ഇല്ലാതെ തന്നെ ഞാൻ നിന്നെ ഒന്ന് തൊടാൻ പോവാ കുട്ടു. മതി, എനിക്ക് വേണ്ടി രണ്ടിറ്റ് കണ്ണുനീർ തുള്ളികൾ നിന്റെ മുഖത്തെനിക്ക് കാണാം. ഇത് മതി ഈ ജന്മം മുഴുവൻ മനസ്സിനെ ഓർമ്മിക്കാൻ. വരട്ടെ. കുട്ടുവിനോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴ. സിജൻ ധൈര്യമായിട്ടിരിക്കണം. കോടതിയിലെ കേസ് നിലനിൽക്കില്ല. വയലൂരം വീട് ഒറ്റക്കെട്ടായി സിജന്റെ പിന്നിലുണ്ട്. സീതയെടുത്തിട്ട് നല്ല മനസ്സിന് നന്ദി. പക്ഷേ രക്ഷപ്പെടാമെന്നുള്ള അതിമോഹമൊക്കെ പോയി സീതയെടുത്തി. കുട്ടിമണി തിരിച്ചറിയാത്ത വേദന ഉണ്ടാ സിജൻ ഇങ്ങനെ ചെയ്തെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ഈ മനോഭാവം മാറുകയും ചെയ്യും സിജ. അപ്പോഴേ ചെന്നപ്പെട്ട കുഴിയുടെ ആഴം സിജന് ബോധ്യമാവൂ. മോളെ, അപ്പച്ചിയപ്പം പോയിട്ട് വരാം കേട്ടോ മോളെ. ഇവളെ സീതയെടുത്തി പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. സീതയെടുത്തിയുടെ മോള് തന്നെയാ ഇവള്. വളർന്ന് വലിയ കുട്ടിയാവുമ്പോൾ ഈ അപ്പച്ചിയപ്പൻ്റെ കഥ സീതയെടുത്ത് ഇവൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി വന്ന ഒരു വാടക ഗുണ്ടയുടെ കഥ. സിജൻ വാടക ഗുണ്ടല്ല. സിജന്റെ ത്യാഗങ്ങളുടെ ഫലം അനുഭവിക്കുന്ന എന്നെ കൊണ്ട് തന്നെ സിജൻ അത് ഇവളോട് പറയിക്കണമല്ലേ. സീതയെടുത്തി, ഈ ത്യാഗങ്ങൾക്കൊരു വലിയ കുഴപ്പമുണ്ട്. ഒരിക്കൽ നമ്മൾ എന്തെങ്കിലും കൈവിട്ട് കളഞ്ഞ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കൂടി പോവും. അതാലോചിക്കുമ്പോൾ സീതയെടുത്തിയുടെ ഭാഗത്താ ശരി. ഇവക്ക് വേണ്ടി സീതയെടുത്ത് ഒരുപാട് യുദ്ധം ചെയ്തു, ഒരുപാട് സഹിച്ചു. അപ്പോഴൊക്കെ ഇവളെ സീതയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സ്വന്തം വിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടെന്താ, ഇവക്കിപ്പോ രണ്ടമ്മമാരായി. ഭാഗ്യവതിയാ അവള്. നിന്റെ മനസ്സ് പൊടിയുന്നത് ഞങ്ങളൊക്കെ കാണുന്നുണ്ട് സിജ. പൊടിയാൻ ഇനി മനസ്സൊന്നും ബാക്കിയില്ലല്ലോ. വരട്ടെ സീതയെടുത്തി. മക്കളെ, അപ്പച്ചിയമ്മയെന്നാണ് വിളിക്കുന്നതെങ്കിലും മനസ്സിൽ അമ്മയുടെ സ്ഥാനം തന്നിട്ടുണ്ട് ഞാൻ കേട്ടോ. എനിക്കറിയാം മോനെ. ജയിലിൽ കിടക്കുന്ന എന്നെ കാണാൻ വേറെ ആര് വന്നാലും അമ്മ വരരുത്. എനിക്കത് സഹിക്കത്തില്ല. ഇല്ല മക്കളെ, അമ്മ വരില്ല. അമ്മയ്ക്ക് ആ കാഴ്ച കാണുകയേ വേണ്ട. അമ്മ, ബാലട്ടനെവിടെ? വരാന്തയിൽ നിപ്പുണ്ട്. കണ്ടിട്ട് എനിക്കൊന്ന് അസ്ഥിത്തറയിലും പോണം. അമ്മയോടും അച്ഛനോട് യാത്ര പറയണം. ശാരദയോട് പറയണം. അവളുടെ ചോരയ്ക്ക് കണക്ക് തീർത്തിട്ട് അന്തസ്സുള്ള ആൺകുട്ടിയായ ജയിലിലേക്ക് പോകുന്നതെന്ന് കേട്ടോ. പറയാ അപ്പച്ചിയമ്മ. മോനെ, സിജ,
എൻ്റെ കുട്ടുവിനെയും മോളെയും ഞാൻ നിങ്ങളേക്ക് ഏൽപ്പിച്ചിട്ട് പോവുക. നോക്കിക്കോണേ ബാലേട്ടാ. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു സിജ. കുട്ടിമണിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടില്ല എന്നുള്ളത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ വീട്ടിൽ മറ്റാർക്കും അറിയാത്തൊരു സത്യം എനിക്കറിയാം. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ബോധക്ഷയത്തിൽ നിന്ന് അവൾ ഉണർന്നത് വയലോരം വീട്ടിലെ കുട്ടിമണിയായിട്ട് മാത്രമല്ല, നിന്റെ ഭാര്യയും കുഞ്ഞുമണിയുടെ അമ്മയായ കുട്ടിമണിയായിട്ടാ. എന്നിട്ട് എന്തിനാ അവൾ പാരെ അറിയില്ലെന്ന് അഭിനയിക്കുന്നത്? രവിയും നീതും ചേർന്ന് കുത്തിവെച്ച വിഷം അവളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. നീയും മതികലുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അവൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. നീ പഴയ സിജനല്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ അവളത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്റെ ബുദ്ധിമോശം. ഞാൻ അവളോട് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് കുറച്ചു ദിവസം അഭിനയിക്കാൻ പറഞ്ഞു. എന്റെ കുട്ടി അതിനനുസരിച്ച് പെരുമാറും എല്ലാവരോടും. കൊള്ളാം ബാലേട്ടാ, അവളുടെ അഭിനയം ഗംഭീരം. എനിക്ക് യാതൊരു സംശയം പോലും തോന്നിയില്ല. സ്വയം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കാവുന്ന രീതിയിലേക്ക് എൻ്റെ കുട്ടി വളർന്നല്ലോ. ആ വളർച്ച അവൾക്ക് സ്വയം ഉണ്ടായതാ. ഈ ലോകത്തിന്റെ കാപ്പട്ടുകളെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു മനസ്സായിരുന്നു അവളുടേത്. ഈ വീട് വിട്ട് പുറത്തിറങ്ങിയതോടെ നിഷ്കളങ്കത കുറേശ്ശെ കൈമോശം വന്നു തുടങ്ങി. നിന്റെ ഒപ്പം കുഞ്ഞുമണിയുമായി ഇറങ്ങിപ്പോയ കുട്ടിമണിയല്ല നീതുവിൻ്റെ ഒപ്പം ഇവിടെ തിരിച്ചു വന്ന് കയറിയത്. ഡോക്ടർ ലൈലയുടെ ചികിത്സയിൽ കുട്ടിമണിയുടെ ബുദ്ധി വളർന്നു. പക്ഷെ ബാലേട്ട, കുഞ്ഞിനെ പോലും അവഗണിക്കാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? ബാലേട്ടന്റെ മോളാണെന്ന മട്ടില്ല അവൾ മോളോട് പെരുമാറുന്നത്. എന്റെ കുട്ടി പിടിച്ചു നിൽക്കുന്നത് എനിക്കും അതിശയാ സിജ. എല്ലാ കഥകളോളം മനസ്സിലാക്കിയെങ്കിൽ കുഞ്ഞുമണിയെ സ്വന്തം മോളായിട്ട് സീതയെടുത്തി വളർത്തുന്നത് അവൾ അറിഞ്ഞു കാണും. ബാലേട്ടനെ അഭിനയിക്കാൻ പറഞ്ഞത് മുതലാക്കി അവൾ സീതയെടുത്തിക്ക് വേണ്ടി വഴിമാറി കൊടുത്തതാവും. ആ മനസ്സ് വിങ്ങുന്നത് എനിക്ക് കാണാൻ ബാലേട്ട. നമ്മുടെ പിഴകൾക്ക് അവള് വില നൽകുന്നു അല്ലേ? ആ, ഒരാശ്വാസമുണ്ട്. ഞാൻ ഇതൊന്നും കാണണ്ടല്ലോ. തീരാവേദനയുടെ കയത്തിലേക്ക് വയലോരം വീടിനെ തള്ളിയിട്ടിട്ട് ഞാനങ്ങ് പോവുകയല്ലേ, ഒളിച്ചോടുകയല്ലേ? ഞങ്ങൾക്കൊക്കെ വേണ്ടിയ നിന്റെ ത്യാഗമെന്ന് എനിക്കറിയാം സിജ. വയലോരം വീടിന്റെ ശത്രുക്കളെ നീ ഇല്ലാതാക്കി. അതിന്റെ പേരിൽ ഇനി ജയിൽവാസം എന്നേക്കുമായി മാഞ്ഞു പോകാനൊന്നും ഞാൻ നിന്നെ അനുവദിക്കില്ല സിജ. ഒരേ മനസ്സോടെ വയലോരം വീട് നിന്റെ പിന്നിലുണ്ടാവും. നിന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അതൊക്കെ നാളത്തെ കാര്യമോ ബാലേട്ട? മനുഷ്യൻ ഓരോന്ന് തീരുമാനിക്കുമ്പോൾ വിധി അതിനപ്പുറത്തേക്ക് നടപ്പാക്കുന്നതാ ലോകനീതി. വരുന്നത് പോലെ വരട്ടെ ബാലേട്ട. ഞാൻ ഇനി ഒന്നും ചിന്തിക്കുന്നില്ല. അസ്ഥിത്തറയിൽ അല്പനേരം പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോവും. മുംതാസ് മേഡമൊക്കെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. പെങ്ങളെ, ഒന്ന് ഓർത്തു നോക്ക്. എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സ് ജമ്പായി ഒന്ന് വിളിക്കെങ്കിലും ചെയ്യ്. പെങ്ങളെ നഷ്ടപ്പെട്ട വേദന കൊണ്ടാ ബായ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. തിരിച്ചറിഞ്ഞു എന്നെങ്കിലും തോന്നിയ മനസ്സ് ജമ്പായി കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കും. വലിയ തെളിവുകളൊന്നും ഹാജരാക്കാൻ പോലീസിന് പറ്റില്ല. പക്ഷേ കോടതിക്ക് മുമ്പ് ചെന്ന് നിന്ന് ഞാൻ തന്നെ ശിവയെ കൊന്നതെന്ന് ബായി പറഞ്ഞ ഒക്കെ കൈവിട്ടു പോവും. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? വേണ്ടാതിനം ചെയ്തോണ്ടല്ലേ ശിക്ഷ കിട്ടുന്നത്? കുട്ടിമണി പെങ്ങളുടെ അമ്മയെ കൊന്നവനാ ശിവ. അവനെ വെറുതെ വിടണമായിരുന്നോന്ന് പെങ്ങള് തന്നൊന്ന് ആലോചിക്ക്. പിച്ചലൊന്ന് പുറത്തേക്ക് കേൾക്ക്. എനിക്കോട് തനിച്ച് സംസാരിക്കാനുണ്ട്. ശരി ബാലട. നിന്നോട് അഭിനയിക്കാൻ പറഞ്ഞ ഞാനാ. പക്ഷെ അതിത്രയും കടുക്കൂന്ന് ഞാനും കരുതിയില്ല. സിജന്റെ കുറ്റസമ്മതം പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോഴും അവൻ ഇതേ നിലപാടെടുത്ത പിന്നെ അതിൽ നിന്ന് മോചനമില്ല. പക്ഷെ നിന്റെ സ്നേഹം കൂടെയുണ്ടെന്നറിഞ്ഞ അവൻ മൊഴി മാറ്റും.
സിജന്റെ തെറ്റ് പൊറുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അവൻ പോകുന്നതിന് മുമ്പ് നീ മുൻവശത്തേക്ക് വരണം. കാത്തിരിക്കും എന്നൊരു വാക്ക് അവനോട് പറയണം. എനിക്കിത്ര പറയാനുള്ളൂ. ഒരു നല്ല മനുഷ്യന്റെ ഭാവി ഇനി നിന്റെ കയ്യിലാണ്. Yeah.